നമ്മൾ പലതരത്തിൽ രസം ഉണ്ടാക്കിയെടുക്കാറുണ്ട്. വളരെ ഈസിയാണ്. അപ്പോൾ പതിവിലും ഈസി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത്. കുക്കറിലാണ് റെഡിയാക്കിയെടുക്കുന്നത്. അതിനായിട്ട് എടുക്കുന്നത് 3 ബൾബ് വെളുത്തുള്ളിയാണ്. അപ്പോൾ ഈ വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയതിന് ശേഷം അല്ലി വേർപെടുത്തിയെടുക്കാം. എളുപ്പത്തിന് ഞാനൊരു കല്ലുകൊണ്ട് ഇടിച്ചിട്ടാണ് എടുക്കുന്നത്. വെളുത്തുള്ളിയുടെ ആ വേര് ഭാഗവും പിന്നെ ആ തണ്ടും എല്ലാം ഒഴിവാക്കിയിട്ട് തൊലിയോടെ തന്നെ നമുക്ക് എടുത്ത് വയ്ക്കാം. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ജീരകം, 1 കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്. ഇതിനെ അടച്ചിട്ട് ഒരു 2 സെക്കൻഡ് ചെയ്ത് ഒരു 2-3 പ്രാവശ്യം പൾസ് ചെയ്യുമ്പോൾ ഇങ്ങനെ പൊടിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നേരത്തെ അടർത്തി വെച്ച ആ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ചതച്ചെടുത്ത പോലെ ഈ വെളുത്തുള്ളി ഇട്ടതിന് ശേഷം 2 സെക്കൻഡ് വെച്ച് ഒരു 3 പ്രാവശ്യമൊക്കെ പൾസ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിന് ചതഞ്ഞ് കിട്ടും. അത് അരഞ്ഞു പോകരുത്. ഇനി ഇത് ഒരു കുക്കറിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി 3 പഴുത്ത തക്കാളി വേണം. മീഡിയം സൈസിലെ 3 തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 4-5 ചുവന്നുള്ളി, അതല്ലെങ്കിൽ ഒരു 1/4 ഭാഗം സവാള, അതും കൂടി എടുത്ത് വയ്ക്കാം. ഈ തക്കാളി വേണമെങ്കിൽ അരിഞ്ഞിട്ട് കുക്കറിൽ ഇട്ട് കൊടുത്താലും മതി. അതല്ലെങ്കിൽ ഈ ചെയ്യുന്ന പോലെ സവാളയും തക്കാളിയും കൂടെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. അതും അരഞ്ഞു പോകരുത്. ഈ ഒരു പരുവത്തിൽ മതി. അപ്പോൾ ഈ ക്രഷ് ചെയ്ത് വെച്ചാൽ തക്കാളിയും സവാളയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി പുളിക്ക് ആവശ്യത്തിനുള്ള വാളംപുളി ഞാൻ കുതിർത്തി വെച്ചിട്ടുണ്ട്. നെല്ലിക്ക സൈസിലെ വാളംപുളി. 4.5 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഏകദേശം 1 ലിറ്ററിനേക്കാൾ ഒരല്പം കൂടുതൽ വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പ് 1.5 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. കായപ്പൊടിയാണ് ചേർക്കുന്നത്. കായപ്പൊടി 1.5 ടീസ്പൂൺ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ രസത്തിൻ്റെ ആ ഒരു പുളി ബാലൻസ് ചെയ്യാനായിട്ട് 1 ടീസ്പൂൺ പഞ്ചസാര, അതല്ലെങ്കിൽ ശർക്കര. ഇനി ഒരു പിടി മല്ലിയിലയും 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്തില്ലെങ്കിലും മല്ലിയില ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നന്നായിട്ട് ഇളക്കി ചേർക്കാം. ഇനി കുക്കർ അടച്ചിട്ട് 1 വിസിൽ വരെ ഒന്ന് വേവിക്കാം. ഈ രസം തയ്യാറാക്കുമ്പോൾ ഒരല്പം അളവ് കൂടുതൽ റെഡിയാക്കിയെടുത്താൽ നമുക്ക് അത്യാവശ്യം ഇങ്ങനെ കുടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾക്ക് ഇത് കുടിക്കാനും, പിന്നെ ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കേണ്ടവർക്ക് ഒഴിച്ച് കഴിക്കാനും ഉണ്ടാവും. ബാക്കിയുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേന്ന് എടുക്കാമല്ലോ. പ്രഷറൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം കുക്കർ തുറക്കാം. ഇനി രസത്തിൻ്റെ ടേസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. ഇതിനൊരല്പം പുളി മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഉപ്പ് ഒരല്പം കുറവാണ്. അതുകൊണ്ട് ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി വലിയൊരു അരിപ്പ വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഒരു തവി കൊണ്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ബാക്കി രസവും കൂടെ നമുക്ക് കിട്ടും. ഇപ്പോൾ രസം റെഡിയായി. ചൂടോടുകൂടെ ഇത് ഇങ്ങനെ വെറുതെ കുടിക്കാനും നല്ല ടേസ്റ്റാണ്. ചോറിന് വേണ്ടി തയ്യാറാക്കുന്ന രസമായതുകൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് കടുക്, ഉണക്കമുളക്, കറിവേപ്പില അതൊന്ന് വെളിച്ചെണ്ണയിൽ വറുത്തുകൂടി ഇടുന്നുണ്ട്. പിന്നെ കുറച്ചുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് മല്ലിയിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ 2-3 തണ്ട് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഈ ചൂട് രസത്തിലേക്ക് ഇട്ടൊന്ന് ഇളക്കി കഴിഞ്ഞാൽ നല്ല സ്വാദുള്ള രസം റെഡി. ഇൻഗ്രീഡിയൻസും അളവുകളും എല്ലാം വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് പറ്റുമെങ്കിൽ എന്നെയും കൂടെ ഒന്ന് കൂടെ കൂട്ടിയേക്കണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.